മാധ്യമങ്ങളിലൂടെ കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ച് AICC നേതൃത്വം. തന്നോട് ആലോചിക്കാതെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് കെ സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പരസ്യ പ്രസ്താവന ശരിയായില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നോട് ആലോചിക്കാതെയാണ് KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും ഒഴിവാക്കിയത് എന്ന തരത്തിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു. ഇത് പിന്നീട് വലിയ തരത്തിൽ വാർത്തയായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ AICC നേതാക്കൾ ഇന്ന് രാവിലെ തന്നെ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ പ്രധാനമായും സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഒപ്പം രാഷ്ട്രീയകാര്യ സമിതിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കൂടാതെ രാഹുൽ ഗാന്ധി എന്നിവർ പങ്കെടുത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾക്ക് തൽക്കാലം മറുപടി നൽകേണ്ട, അവഗണിച്ച് തള്ളുക, അതിനപ്പുറത്തേക്ക് കൂടുതൽ വിഷയങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല. അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. എന്തായാലും ഇതിൽ അവർക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി വലിയ താമസമില്ലാതെ തന്നെ കെ സുധാകരനെ അറിയിക്കുകയും ചെയ്യും. കാരണം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ, അതായത് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ പല ആവർത്തി പല സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടുള്ളതാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ അന്ന് കെ സുധാകരൻ ആവർത്തിച്ചത് തനിക്ക് തുടരാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റും എന്നുള്ളൊരു സൂചന അന്ന് AICC നേതാക്കൾ തന്നെ അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ KPCC പുനഃസംഘടനയും വന്നു. ആ പുനഃസംഘടനയ്ക്ക് ശേഷവും ഇത്തരത്തിൽ കെ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നതിനോടുള്ള അതൃപ്തിയാണ് AICC നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രസ്താവന വന്നതിന് ശേഷം കെ സുധാകരനുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇന്നോ നാളെയോ നാട്ടിലെത്തിയതിനു ശേഷം കെ സുധാകരനുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവണതകൾ AICC നേതൃത്വം അറിയുകയും അതിനുള്ള അതൃപ്തിയും നേതാക്കന്മാരെ അറിയിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ ഒരു പ്രതികരണം വേണ്ട എന്നാണ് നേതാക്കന്മാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം KPCCക്ക് മുന്നിലേക്ക് വലിയ തരത്തിലുള്ള ജോലികളാണ് നിൽക്കുന്നത്. ആ ജോലികൾ പൂർത്തിയാക്കുക, പ്രത്യേകിച്ച് DCC പുനഃസംഘടന, ഒപ്പം ശേഷിക്കുന്ന KPCC ഭാരവാഹികളെ നിയമിക്കുക, അതിന് തൊട്ടു പിന്നാലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ ഉയർന്നു വരുന്ന ചില ഏകസ്വരങ്ങൾ, ആ സ്വരങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട എന്നുള്ള നിർദ്ദേശം KPCC നേതാക്കന്മാർക്ക് ദേശീയ നേതാക്കന്മാർ നൽകി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം VM സുധീരൻ തന്നെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ നേരത്തെ AICC യോഗം KPCC ഭാരവാഹികൾ ചുമതലയേറ്റതിന് ശേഷം ദില്ലിയിൽ നടന്ന AICC യോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരു പരാമർശം ഉന്നയിച്ചത്. ആദ്യം നടത്തേണ്ട യോഗം രണ്ടാമതും നടത്തി. അതായത് AICC യോഗം ആദ്യം ചേരേണ്ടിയിരുന്നു, അതിനുശേഷമായിരുന്നു KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണം. അത്തരത്തിൽ ഒരു സ്ഥാനാരോഹണം നടത്തിയുള്ള ഒരു അതൃപ്തി അദ്ദേഹവും അറിയിച്ചിരുന്നു. ഇത്തരം ഉള്ള വിയോജിപ്പുകൾ വരികയാണെങ്കിൽ അതിനെ അവഗണിച്ച് തള്ളുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ AICC നേതാക്കൾ കേരളത്തിലുള്ള നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നത്. ശരി ബിനോയ്, മാധ്യമങ്ങളിലൂടെ കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ച് AICC നേതൃത്വം. തന്നോട് ആലോചിക്കാതെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് കെ സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പരസ്യ പ്രസ്താവന ശരിയായില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്.